PVR സിനിമാസിൽ 38% ഡിസ്കൗണ്ട് കിട്ടുന്ന കോമ്പസ് നൗ എന്ന് പറയുന്ന ആപ്പിനെ കുറിച്ച് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. സ്ഥിരമായി PXL എല്ലാം ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇത് വളരെയധികം ഉപകാരപ്പെടുന്ന ഓഫറാണ്. വിലായത്ത് ബുദ്ധ GR ഇന്ദുഭൂമൻ്റെ നോവലിനെ ആധാരമാക്കിയിട്ടുള്ള സിനിമയാണ്. ഇത് സച്ചി സിനിമയാക്കാൻ വേണ്ടി ഒരുപാട് പ്ലാൻ ചെയ്തിരുന്നു, പക്ഷേ നടന്നില്ല. ഇത് പൃഥ്വിരാജിൻ്റെ ആ ഒരു ഈഗോ ക്ലാഷ് ട്രിളജി, അതിനകത്ത് ഉള്ള അയ്യപ്പനും കോശിയും ഡ്രൈവിംഗ് ലൈസൻസ്, ആ ഒരു സെഗ്മെന്റിലൊക്കെ വരുന്ന ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ കാണാം. കാരണം രണ്ടുപേര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷ് ആണ്. പക്ഷെ ആ രണ്ട് സിനിമകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മറയൂർ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലം, അതിൻ്റെ ആ ഒരു ജോഗ്രഫി, ആ ടെറൈൻ ഈ സിനിമയുടെ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നമുക്ക് പറയാം. അപ്പോൾ അവിടെ നടക്കുന്ന ഒരു ഇൻസിഡന്റ്, അതായത് അവിടെ നടക്കുന്ന ഷമി തിലകന്റെ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. ഒരു സ്കൂൾ മാഷാണ്, ഇലക്ഷനിലൊക്കെ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു ഇൻസിഡന്റ് മൂലം ഉണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളിലൂടെ തൻ്റെ മരണശേഷം തൻ്റെ നാട്ടുകാർ മുഴുവൻ ഈ രീതിയിൽ ഓർത്തിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ അത് ആ ഒരു കോൺഫ്ലിക്റ്റ് സ്ട്രോങ് ആണ്. അത് രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെയാണ് പടം തുടങ്ങുന്നത്. പിന്നീട് ഈ ഡബിൾ മോഹനൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ, ഈ ക്യാരക്ടർ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്, ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആക്ച്വലി. ഇതിൽ തുടക്കത്തിൽ സുരാജിന്റെ കൂടെ, തഹസിൽദാരുടെ കൂടെയുള്ള ഒരു 2-3 സീക്വൻസ് ഒക്കെ ഉണ്ട്. അതായത് കോടതിയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു മരം, ആ മരം, അവിടെ 2 ആംഡ് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും ബുദ്ധി ഉപയോഗിച്ച് ആ കോടതിയിൽ നിൽക്കുന്ന ആ മരം മുറിച്ച് കൊണ്ടുപോകുന്ന അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിനെയാണ് ഡബിൾ മോഹൻ എന്ന് പറയുന്ന ഈ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടറും ഈ മാഷും തമ്മിലുള്ള ആ ഒരു കോൺഫ്ലിക്റ്റ്, ആ കോൺഫ്ലിക്റ്റ് വരുന്നത് ആക്ച്വലി ഇന്റർവെല്ലാണ്. ഇന്റർവെല്ലിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിലേക്ക് പോകുന്നത്. അപ്പോൾ പടം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഷമി തിലകന്റെ ക്യാരക്ടർ വരുന്നു, പൃഥ്വിരാജിന്റെ ക്യാരക്ടർ വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും എങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളത് ആദ്യം തന്നെ സ്ട്രോങ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഈ പൃഥ്വിരാജിന്റെ കുറച്ച് ഹീറോയിസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിടയിൽ ഒരു ചന്ദനത്തടി മോഷ്ടിക്കുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ കുറച്ച് സാഹസം, അതായത് ഒരു ചേസിങ് സീക്വൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ ആക്ഷൻ സീക്വൻസ്, ഒബ്വിയസ്ലി നമുക്കറിയാം പൃഥ്വിരാജ് നന്നായിട്ട് ആക്ഷൻ ചെയ്യുന്ന ഒരു ഹീറോയും കൂടിയാണ്. അപ്പോൾ ആക്ഷൻ സീക്വൻസിനൊന്നും കുറവൊന്നുമില്ല. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫാണ്. ആക്ച്വലി ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. ഇതിനകത്ത് ആ ഒരു ഇന്റർവൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ തുടക്കം എന്നുള്ള പോലെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അയ്യപ്പനും കോശിയിലൊക്കെ കണ്ടതുപോലെ കുറച്ച് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നാമത് ഈ പൃഥ്വിരാജിന്റെ ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ് ആക്ച്വലി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളൊക്കെയാണ്. പക്ഷെ നാട്ടുകാർക്ക് നല്ലത് ചെയ്യണം എന്ന് വിചാരിച്ചു ഒരു മല തുറന്ന് അതിലൂടെ എക്സ്പ്രസ് ഹൈവേ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന, നാട്ടുകാർക്കും ഗുണമുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷെ ഈ ഒരു വളരെ റോ ആയിട്ടുള്ള, റഗ്ഡ് ആയിട്ടുള്ള ഈ ക്യാരക്ടറിന്റെ അപ്പിയറൻസിൽ നമുക്കൊരു അതിനൊരു വിശ്വാസ്യത വേണം. ആ വിശ്വാസ്യത ഈ പൃഥ്വിരാജിന്റെ വിഗ് കൊണ്ടാണോ എന്തുകൊണ്ടാണോ എന്നറിയില്ല. ഈ മലയാള സിനിമയിൽ വിഗ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ പൃഥ്വിരാജ് അടിപൊളിയാണല്ലോ, അറിയാലോ. നമുക്ക് മൈ സ്റ്റോറിയൊക്കെയാണ് ഓർമ്മ വരുന്നത് ഈ സിനിമയിൽ ആ വിഗ് കാണുമ്പോൾ. ആ ഒരു ക്യാരക്ടറിന്റെ അപ്പിയറൻസ് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു വിശ്വാസ്യത, അത് എനിക്ക് ഫീൽ ചെയ്തതാണെന്ന് അറിയില്ല. എനിക്ക് ആ ഒരു ക്യാരക്ടറിനോട്, സംഭവം ഇത്രയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു കണക്ഷൻ തുടക്കം മുതൽ തന്നെ ഉണ്ടാവുന്നില്ല. പിന്നെ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഷമി തിലകനായിട്ടുള്ള ക്യാരക്ടറായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ആണ് സെക്കൻഡ് ഹാഫിൽ വരുന്നത്. ആ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ നമ്മൾ അയ്യപ്പനും കോശിയിലോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിലോ കണ്ടുപോലെ രണ്ടുപേരും ഓപ്പോസിറ്റ് നിൽക്കുന്നു, രണ്ടുപേരുടെ ആ ഒരു ഈഗോ, ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അതായത് ഈഗോയുടെ ആണെന്നുണ്ടെങ്കിലും ആ ഒരു നമുക്ക് ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ, അങ്ങനെയുള്ളതൊന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് ഹീറോയിൻ ക്യാരക്ടർ ആക്ച്വലി ചിലപ്പോൾ നോവൽ വായിച്ചവർക്ക് മനസ്സിലാവും, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിൻ്റെ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഡയമെൻഷൻ ഉണ്ട്. പിന്നെ ഇവർ തമ്മിലുള്ള, അതായത് ഈ നായികയും തമ്മിലുള്ള ആ ഒരു ഡൈനാമിക്സ് ഉണ്ട്. ഈ സംഭവങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് ആസ് എ റിട്ടേൺ പേപ്പറിൽ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ എഫക്റ്റീവായിട്ട് തോന്നുന്ന ഒന്നായിരിക്കാം. പക്ഷെ അതൊന്നുമല്ല ഈ പടത്തിൻ്റെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ. കാരണം ഇതെല്ലാം അത്ര സ്ട്രോങ് ആയിട്ട് സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും സ്ട്രോങ് ഇമോഷനും കാര്യങ്ങളൊക്കെയാണ് കൺവേ ചെയ്യേണ്ടത്. ആ കൺവേ ചെയ്യുന്നതിൽ ഈ സിനിമ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. കാരണം ഈ സിനിമയുടെ ഡയലോഗ്സ് അടക്കം വരുന്നതെല്ലാം ഒരു പഴയ ടെംപ്ലേറ്റ് ആ രീതിയിലാണ് വരുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഈവൻ ഷമി തിലകന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അത് ഡൗൺ ആയി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മെയിൻ അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തന്നെ ഡൈല്യൂട്ട് ആയി പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നീട് ക്ലൈമാക്സ് വരുമ്പോൾ, ക്ലൈമാക്സിലാണ് ഒരു മെയിൻ സീക്വൻസ് എല്ലാം വരുന്നത്. അപ്പോൾ നായകൻ, നായിക, ആ ഷമി തിലകന്റെ ക്യാരക്ടർ, ഇതെല്ലാം വരുമ്പോൾ ഉണ്ടാവുന്നത് ആ സംഭവം അവിടെ നമുക്കൊന്നും സ്ട്രോങ് ആയിട്ട് ഒന്നും രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു സ്ട്രോങ് അല്ലാത്ത ഒരു ക്ലൈമാക്സ് ഉള്ളതിൻ്റെ നല്ല കുറവും ഈ പടത്തിലുണ്ട്. പിന്നെ ഇതിൽ ബാക്കി വരുന്ന ക്യാരക്ടേഴ്സ്, അനുമോഹൻ്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും കൊള്ളാം. ആക്ച്വലി ഷമി തിലകനും അനുമോഹനും തമ്മിലുള്ള ഒരു സീക്വൻസ് വരുന്നുണ്ട്. അതിനകത്തുള്ള ഡയലോഗ്സും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. എന്നാൽ പോലും ഈ അനുമോഹൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും അവിടെ ഒരു പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബാക്കി 2 തമിഴന്മാർ വില്ലന്മാർ വരുന്നുണ്ട്. അയ്യോ, കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം നല്ല രീതിയിൽ എടുത്തറിയുന്നതാണ്. അവന്മാരുടെ സീൻസും പിന്നെ അവസാനത്തെ ആക്ഷനൊക്കെ ആണെങ്കിലും ഇത് എന്തിനോ വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ പടം പോകുന്നത്.
അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയിൽ പോസിറ്റീവായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് ഇപ്പോൾ കാന്താരയൊക്കെ കണ്ടവർക്ക് അറിയാം നൈറ്റ് ഷോട്ട്സും കാര്യങ്ങളൊക്കെ സിനിമാറ്റോഗ്രാഫി ചെയ്തുള്ള അപ്പോൾ സെയിം ആൾ തന്നെ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ നൈറ്റ് ഷോട്ട്സ് ടെക്നിക്കലി ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ഗംഭീരമാണ്, അതിലൊന്നും പറയാനില്ല. പിന്നെ അതിൻ്റെ ജെയ്ക്സ് ബിജോയുടെ വർക്ക് എനിക്ക് തോന്നുന്നു 2.25 മണിക്കൂറുണ്ട് ഈ പടം. ഈ 2.25 മണിക്കൂർ പടം നമുക്കിപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ പോകുന്നുണ്ട്, എൻഗേജിങ് ആണ്. സെക്കൻഡ് ഹാഫ് മടുപ്പുളവാക്കുന്ന കുറേ സംഭവങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഒരിക്കലും ഇത് എന്താണിത് ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നല്ലോ, ബോറടിക്കുന്നല്ലോ എന്ന് തോന്നാത്തതിൻ്റെ മെയിൻ കാരണം ജെയ്ക്സ് ബിജോയുടെ വർക്കാണ്. പിന്നെ ആസ് എ പെർഫോമൻസ് കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് എല്ലാം ആ ഒരു നമുക്കിങ്ങനെ ഓക്കെ ഈ പടത്തിൽ പൃഥ്വിരാജ് ഗംഭീരമായിരുന്നു അല്ലെങ്കിൽ അടിപൊളിയായിരുന്നു എന്ന് പറയത്തക്ക ആ ഒരു പെർഫോമൻസും കാര്യങ്ങളൊന്നും അല്ല. എന്നാൽ ആ ക്യാരക്ടറോട് അറ്റാച്ച്മെന്റ് തോന്നുന്നില്ല. ഒരു ഓഞ്ഞ വിഗ് എടുത്ത് മാറ്റിയിട്ട് ഒരു കുറച്ചും കൂടി വിശ്വസനീയമായിട്ടുള്ള രീതിയിലുള്ള ഒരു അപ്പിയറൻസ് ഈ ക്യാരക്ടറും കൊടുത്തിരുന്നെങ്കിൽ പിന്നെ നല്ലതായിരുന്നു. പിന്നെ ഷമി തിലകന്റെ ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ പുള്ളീനെ ആ ഒരു പുള്ളിയുടെ കൈൻഡ് ഓഫ് പെർഫോമൻസിന്റെ ആണോ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. അവർ തമ്മിലുള്ള ആ ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത രീതിയിൽ ആ രീതിയിലൊക്കെയാണ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതാണെങ്കിലും നായികയുടെ ക്യാരക്ടർ അതൊരു സ്ട്രോങ് പെർഫോമറെ ഡിമാൻഡ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എനിക്ക് ഫീൽ ചെയ്തു. അഭിനേത്രി പുള്ളിക്കാരി നല്ല രീതിയിലൊക്കെ പെർഫോം ചെയ്യാൻ പുള്ളിക്കാരിയുടെ മാക്സിമം എഫേർട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, നമുക്കത് സ്ക്രീനിൽ കാണാനും പറ്റും. പക്ഷേ ആ ക്യാരക്ടറിന് കുറച്ചും കൂടി കുറച്ചുകൂടി കാലിബറുള്ള ഒരു പെർഫോമർ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ബാക്കി എടുത്തു പറയത്തൊക്കെ അങ്ങനെ ധ്രുവൻ്റെ ക്യാരക്ടറൊക്കെ ഉണ്ട്, അതൊക്കെ ഇങ്ങനെ വന്നു പോകുന്നതല്ലാതെ നമുക്കിങ്ങനെ ഓക്കെ ഈ ഒരു സംഭവം അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ എൻഗേജിങ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് ഉണ്ട് ഓഫ് കോഴ്സ്. പിന്നെ സെക്കൻഡ് ഹാഫ് ആണെന്നുണ്ടെങ്കിലും ആ ഡ്രാമ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ആവുന്നില്ല. ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിലും ആ ക്ലൈമാക്സ് കാര്യങ്ങളൊന്നും അത്ര എഫക്റ്റീവ് അല്ല. അങ്ങനെ ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിലായത്ത് ബുദ്ധ എന്നുള്ള ഈ സിനിമ ഒരു ആവറേജ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് എനിക്ക് നൽകിയത്. ഇനി പറയുന്ന കാര്യം സിനിമയായിട്ട് ബന്ധപ്പെട്ടതല്ല. ഞാൻ വിലായത്ത് ബുദ്ധ എന്നുള്ള ഈ സിനിമ ഞാൻ കണ്ടത് ഫോർമാളിലുള്ള PVR സ്ക്രീനിലാണ്. അപ്പോൾ PVRൽ നമുക്കിപ്പോൾ അവിടെ PXL സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ വീക്ക് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ഉപയോഗിക്കാൻ വേണ്ടി PVR പാസ്പോർട്ട് ഉണ്ട്. ഞാൻ എൻ്റെ ഒരുപാട് വീഡിയോയിൽ PVR പാസ്പോർട്ട് എന്താണെന്നും അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഈ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഈ PVR പാസ്പോർട്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കോമ്പസ് നൗ എന്ന് പറയുന്ന ഒരു പുതിയൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്പ് ത്രൂ നമുക്ക് PVRയുടെ വൗച്ചേഴ്സ് കിട്ടും. അതായത് 125 രൂപ നമ്മൾ മുടക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 200 രൂപയുടെ വൗച്ചറാണ്. അപ്പോൾ 200 രൂപയ്ക്ക് മുകളിലേക്കുള്ള ഒരു ടിക്കറ്റ് ആരെങ്കിലും ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോമ്പസ് നൗ ഒരു നല്ലൊരു ഓഫറാണ്. അതായത് 125 രൂപ പ്ലസ് അവരുടെ കൺവീനിയൻസ് ഫീ എന്ന് പറഞ്ഞ് 10 രൂപ എക്സ്ട്രാ ഉണ്ട്. അതുകൂടാതെ നിങ്ങളിത് ക്രെഡിറ്റ് കാർഡ് വഴിയാണ് പേ ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതിൽ കാശ് കൂടും. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനോട് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ എങ്ങനെ നോക്കിയാലും നമുക്കൊരു 65-70 രൂപയുടെയൊക്കെ അടുത്ത് നമുക്ക് ലാഭം വരുന്നൊരു സംഭവമാണ് കോമ്പസ് നൗ. ഈ കോമ്പസ് നൗവിൻ്റെ ഈ ഒരു വൗച്ചേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് PXL സ്ക്രീനിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ഈ ഇതിൽ കണ്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ വീക്ക് ഡേയ്സിൽ പാസ്പോർട്ട് ഉപയോഗിക്കാം, വീക്കെൻഡിൽ കോമ്പസ് നൗ ഉപയോഗിക്കാം. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 38% നമുക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ കോമ്പസ് നൗ ആക്ച്വലി നല്ലൊരു സംഭവമാണ്. ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. കോമ്പസ് നൗ എന്ന് പറഞ്ഞൊരു പുതിയൊരു സംഭവമാണ്. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓക്കെ നമുക്ക് PXL ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ് ഞാൻ അതിൽ കണ്ടൊരു അഡ്വാൻറ്റേജ്. പക്ഷേ ഞാനിന്ന് കണ്ടത് PXL സ്ക്രീനിലല്ല, ഞാൻ PVRൽ Audi 3 Audi 3 ആക്ച്വലി 4K ലേസർ 7.1 ആണ്. PXL ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ടൈമിംഗ് ആയിട്ട് എനിക്കതൊരു കറക്റ്റായിട്ട് വന്നില്ല. പിന്നെ അതാണെങ്കിൽ എക്കോയുടെ ആ സ്ക്രീനിൽ തന്നെ ഫസ്റ്റ് ഷോ 9:30 എക്കോ ഉണ്ടായിരുന്നു. എക്കോ കഴിഞ്ഞിട്ടുണ്ട് നേരെ വിലായത്ത് ബുദ്ധ. അപ്പോൾ എൻ്റെ ഒരു ടൈമിങ്ങിന് ഒത്തു വന്നത് ഈ പറയുന്ന സ്ക്രീൻ 3 ആണ്. PXL സ്ഥിരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കോമ്പസ് നൗ ആക്ച്വലി ഒരു നല്ല ഓഫറാണ്.